ബാർക്കോഴ വിവാദത്തിൽ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ നോട്ടീസ്. ക്രൈംബ്രാഞ്ചാണ് അർജുൻ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തത്. ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് അർജുൻ രാധാകൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ അഡ്മിനാണോ എന്ന് എനിക്കറിയില്ല, നേരത്തെ അഡ്മിനായിരുന്നു. എന്തായാലും ഷെഫീദ് റാവത്തിനോട് നമുക്ക് ചോദിക്കാം. ഇപ്പോഴും ഷെഫീദ്, ഇദ്ദേഹം അഡ്മിനാണോ? പറയൂ വിവരങ്ങൾ. നിലവിൽ അദ്ദേഹം ഈ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അല്ല, പക്ഷേ അഡ്മിൻ ആയിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പിൽ ഇപ്പോഴും അർജുൻ രാധാകൃഷ്ണൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ അർജുന്റെ ഭാര്യ പിതാവിന് ബാറുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ബാർക്കോഴ വിവാദത്തിലെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് നൽകാൻ എത്തി നോട്ടീസ് നൽകാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നായിരുന്നു നോട്ടീസ്. എന്നാൽ നേരിട്ട് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയപ്പോൾ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാൻ ഈ അർജുൻ രാധാകൃഷ്ണൻ തയ്യാറായില്ല. തുടർന്ന് ഇമെയിൽ വഴിയാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ച് നൽകിയത്. ഇക്കാര്യത്തിൽ ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അർജുൻ രാധാകൃഷ്ണൻ നേരത്തെ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു. മാത്രമല്ല ഇപ്പോൾ ആ ഗ്രൂപ്പിൽ സജീവമായി ഉണ്ട് താനും. അത് ഈ ബാർ ഉടമകളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ച ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം പുതിയ ബാർക്കോഴ ആരോപണമായിരുന്നു. മാത്രമല്ല ഇന്ന് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ പുതിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെയൊരു നോട്ടീസ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി മാറുന്നത്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവത്ത്.